എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഉരുളൻ ടൈപ്പിലെ ബോട്ടിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ സാധാരണ ബോട്ടിൽ ആർട്ടുകളിലെല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പറും ബോട്ടിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഫെവിക്കോൾ മിക്സ് ചെയ്ത് ഡയലൂട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ടിഷ്യൂ പേപ്പർ അതിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ എല്ലാവർക്കും അറിയാവുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ബ്ലാക്ക് കളറിലെ പെയിൻ്റാണ് ഞാൻ കൊടുക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണിത്. എളുപ്പം നമ്മുടെ സമയമൊക്കെ പോകാൻ വേണ്ടിയിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണിത്. ബോട്ടിലിവിടെ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിറ്റാണ് വേണ്ടത്. മോൾഡിറ്റ് ഇതേപോലെ ചെറിയ ചെറിയ റോൾസ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞു മുന്തിരിക്കൊലയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഈ ഒരു രീതിയിൽ മോൾഡിറ്റ് എടുത്തിട്ട് ഉരുളൻ ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് ഈ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആദ്യം മുന്തിരിക്കൊലയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തും കൂടെ ഒരു 2-3 മോൾഡിറ്റിൻ്റെ ബോൾസ് നമ്മളാക്കിയത് അതിൻ്റെ പുറത്തും കൂടെ ഈ രീതിയിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മുന്തിരിക്കൊലയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ മോൾഡിറ്റ് തന്നെ ഒന്ന് ചെറുതായിട്ട്, അതായത് വണ്ണം കുറച്ച് ഈ ഒരു രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം അതും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം പശയോ കാര്യങ്ങളോ ഒന്നും ഒട്ടിച്ചു കൊടുക്കണമെന്നില്ല. മോൾഡിറ്റ് ഉണങ്ങുന്ന സമയത്തേക്ക് അതെല്ലാം സെറ്റായിട്ട് ഇതിനകത്ത് തന്നെ ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇവിടെ മുന്തിരിക്കൊലയും വള്ളികളും ഒക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഇലയാണ്. അപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ പുറത്തൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഇല, കുറച്ച് കട്ടിയുള്ളൊരു ഇല പറിച്ചിട്ട് നമ്മൾ മോൾഡിറ്റിൽ വെച്ച് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ ഇലയുടെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അതേ രീതിയിലാണ് ഞാനിവിടെ ഇലകളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മോൾഡ് വെച്ചിട്ട് ആ രീതിയിൽ ഇലയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും ചെയ്യണമല്ലോ, അപ്പോൾ ആ ഒരു രീതി നോക്കിയിട്ടാണ് നമ്മുടെ സാധാരണ ഒരു ഇല പറിച്ച് ആ ഷേപ്പിലാക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇലയൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇല നമുക്കിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ കുറച്ചധികം ഇലകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുപ്പി. ലാസ്റ്റ് നമ്മൾ മോൾഡിറ്റ് വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുപ്പി ഫൈനൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കളർ കൂടി കൊടുക്കണം. അപ്പോൾ കളറൊക്കെ കൊടുക്കുന്നത് എന്തായാലും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ കളർ കൊടുക്കുന്നതിനകത്ത് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമ്മൾ നോർമൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രീൻ കളർ തന്നെ നമുക്ക് പല വെറൈറ്റി കളേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ആ കളേഴ്സ്, അതായത് നിങ്ങൾ ഏത് കളറാണോ ഉദ്ദേശിക്കുന്ന ഗ്രീൻ, ആ ഗ്രീൻ ആദ്യം തണ്ടിനും ഇലയ്ക്കും ഒക്കെ കൊടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോൾഡൻ കളർ ഉണ്ടല്ലോ, പേൾ കളേഴ്സിൽ വരുന്ന ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ കൂടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഗ്രീനിലായാലും നമ്മുടെ മുന്തിരിക്ക് നമ്മൾ ഒരു വയലറ്റ് കളറാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്കിൽ അത് നല്ല രീതിയിൽ നന്നായിട്ടിരിക്കും. നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഗ്രീൻ കളർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ 2 ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ 2 കൂടെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും കുറച്ചും കൂടി നല്ലൊരു കളർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ കളറൊക്കെ നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തൊക്കെ നോക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കുപ്പികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും നമ്മൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നാണ് ഓരോ ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതേപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ മുന്തിരിക്ക് ബ്ലൂ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പ്രോപ്പർ വയലറ്റ് എനിക്ക് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സൈസ് ബ്ലൂ ചേർത്തിട്ടാണ് കളർ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഗോൾഡൻ കളറും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്കിൽ അതും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കുക.
അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്